ഹായ് ഗൈസ്, അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്നലെ എനിക്കൊരു സർഗോത്സവം പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പം ഞാൻ അതാണ് പറയാൻ പോകുന്നത്. ഹലോ ഹായ്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് എന്നും എൻ്റെ ഒരു പാഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിന് വലിയ കാര്യമായി പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ പാഷനാണെന്ന് മനസ്സിലാക്കിക്കോ. ഇനി എനിക്ക് പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാം റീൽസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് കുട്ടികൾ മുതൽ വലിയൊരു വരെ എല്ലാവരും അഡിക്റ്റാണ്. നമ്മുടെ റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിപ്സ് കഴിക്കുന്ന പോലെയാണ്. കുറേ ചിപ്സ് കഴിച്ച് മടുക്കുമ്പോൾ നമ്മളൊരു ചിപ്സ് എടുത്തിട്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കും, ഇനി ഇത് കൂടി മതി, ഇത് ലാസ്റ്റ് എന്ന്. പക്ഷേ ഇത് കഴിച്ചു കഴിയുമ്പോൾ അറിയാതെ നമ്മൾ വേറെ ഒന്ന് എടുത്ത് പോകും. അതുപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം റീൽസും. ഇനി എനിക്ക് എൻ്റെ ജനനത്തെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. എല്ലാവരെയും പോലെയുള്ള ഒരു സ്വാഭാവിക ജനനമല്ല എൻ്റേത്. കാരണം എല്ലാ ആളുകളെയും പോലുള്ള ഒരു നോർമൽ പ്രോസസ്സിലൂടെയല്ല ഞാനുണ്ടായത് ഒരു ഉരുളി കമത്തിയാണ്. ഈ കമത്തിയ ഉരുളിയുടെ വില വെച്ചിട്ടാണോ എന്നറിയില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെക്കുറിച്ച് ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഈ പൊന്നു പോലത്തെ ഒരു ഉള്ളി കൊടുത്തപ്പോൾ പൊന്നിൻ്റെ കളറുള്ള കൊച്ചിനെ കിട്ടുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഒടിച്ചു നോക്കിയപ്പോൾ സാധനം ഓടാനെന്ന് മനസ്സിലാക്കിയ ദൈവം അതിനൊക്കെ മതി എന്ന് വിചാരിച്ച് എന്നെ കൊടുത്തു വിട്ടു. ഈ ഉരുളി വെച്ചിട്ടൊരു എക്സ്പെക്റ്റേഷൻ്റെ ലെവലെന്നൊക്കെ പറയുകയാണെങ്കിൽ, ലേബർ റൂമിൻ്റെ വാതിൽക്കൽ വെച്ച് അച്ഛൻ്റെ കയ്യിലോട്ട് എന്നെ നേഴ്സ് കൊടുത്തിട്ട് പറഞ്ഞു, വെയിറ്റൊക്കെ ഓക്കെയാണ്, 3.5 കിലോ ഉണ്ടെന്ന്. പക്ഷേ അപ്പോഴും അച്ഛൻ പറഞ്ഞത് ഉരുളി 4 കിലോ ഉണ്ടായിരുന്നല്ലോ എന്നാണ്. ഇനി ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന സ്കാനിനെ പറ്റിയിട്ട് വരാം. രാവിലെ 7:30 എണീക്കാൻ പെടുന്ന പാട്. അമ്മ മുഖത്ത് വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. പിന്നെ കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും അമ്മ കുളിക്കാൻ പറയും. എനിക്ക് രാവിലെ കുളിക്കാനും മടിയാ. രാവിലെ അമ്മയ്ക്ക് ചൂടുവെള്ളം തന്നൂടെ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ അമ്മയുടെ അഭിപ്രായം തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മാത്രമേ ദിവസം മുഴുവൻ ഉന്മേഷം കിട്ടുമെന്നാണ്. എന്നാലും ഇടയ്ക്ക് വരുന്ന സന്തൂർ സോപ്പിൻ്റെ പരസ്യം പോലെ അമ്മയുടെ മുഖം കാണാൻ ഗ്ലോയിങ് എന്ന് പറഞ്ഞ് ഞാനും ഒന്ന് വളർത്തിക്കും. അപ്പോൾ അമ്മ ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. എന്നിട്ട് പറയും, പോയി കൈയും കാലും യൂണിഫോം മാറി വേണം എന്ന് അമ്മ പറയും. യൂണിഫോം തല്ലിക്കയറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാതി കഴിക്കാത്ത പാതി സ്കൂൾ വാനിൽ കയറും. പിന്നെ നേരെ സ്കൂളിലോട്ട്. പിന്നെയൊന്നും പറയണ്ടല്ലോ. ഞാൻ പോയ സന്തോഷത്തിൽ അമ്മ അടുക്കളയിൽ കയറി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ജോലികളെല്ലാം തീർക്കുമെന്ന് വിചാരിച്ചല്ലേ, തെറ്റി. ഞാൻ പോയതും അമ്മ കിടന്നുറങ്ങും. നോ ഡിസ്റ്റർബൻസ്, നോ നൈസ്. അതാണ് അമ്മയുടെ പോളിസി. താങ്ക് യു.